Hello my dear students, how are you all? Are you fine? Okay students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെസൺ 6 അപ്പനി കാമായി എന്ന് പറഞ്ഞ ലെസൺ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നഗരത്തിൽ ഒരു ധനികനായ ഒരു വ്യക്തി താമസിച്ചിരുന്നു അല്ലേ. അദ്ദേഹം സമുദ്ര വ്യാപാരത്തിലൂടെയാണ് ഈ ധനമെല്ലാം സമ്പാദിച്ചത്. ഇപ്പോൾ അയാൾക്ക് വല്ലാതെ പ്രായമായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ തൻ്റെ ബിസിനസ്സൊക്കെ കൊണ്ട് നടക്കണം, തൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം എന്നതാണ് പിതാവിന് ആഗ്രഹം. എന്നാൽ തൻ്റെ ബേട്ട എങ്ങനെയാണ്, തൻ്റെ മകൻ എങ്ങനെയാണ്, ഭയങ്കര ലേസി ബോയ് ആണ് അല്ലേ ആ മകൻ. അപ്പോൾ ആ മകന് അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിതാവ് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പിതാവ് തൻ്റെ പുത്രനെ അടുത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന് നീ പോയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിനക്ക് രാത്രി ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്താണ് ആ കുട്ടി ഭയങ്കര ലേസി ബോയാണ് അല്ലേ. അപ്പൊ ആ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തോട്ട് വന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു? അമ്മ ഇരുന്ന് കരയുന്ന കണ്ടപ്പോൾ, മകൻ കരയുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി അല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്തു? തൻ്റെ പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ഗോൾഡ് കോയിൻ കൊണ്ടു കൊടുത്തു. ദെൻ ആ ഗോൾഡ് രാത്രിയായി. അപ്പോൾ ഫാദർ ചോദിച്ചു. എന്ത് ചോദിച്ചേ? ഇന്ന് നിനക്ക് കിട്ടിയ നിനക്ക് എന്താണ് കിട്ടിയത്, നീ ഇന്ന് എന്താണ് സമ്പാദിച്ചത്, അത് തരാൻ പറഞ്ഞു. അപ്പം ആ ഗോൾഡ് കോയിൻ കാണിച്ചു കൊടുത്തു. അപ്പം എന്ത് പറഞ്ഞു? അത് കൊണ്ടുപോയി കിണറ്റിലോട്ട് ഇടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവൻ കൊണ്ടുപോയി അത് ഒരു മടിയും കൂടാതെ അത് കൊണ്ടുപോയി കിണറ്റിലോട്ട് ഇട്ടു. ദെൻ നെക്സ്റ്റ് ദിവസം വീണ്ടും പറഞ്ഞു. ഇത് തന്നെ ആവർത്തിച്ചു. ഇന്ന് നീ പോയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരൂ, ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ നിനക്കിന്ന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഫാദർ അറിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൊടുത്തത്, ഗോൾഡ് കോയിൻ കൊടുത്തത് അമ്മയാണെന്ന് അച്ഛൻ അറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് അമ്മ ചെയ്യുന്നതിൽ നിന്ന് അച്ഛൻ വിലക്കി അമ്മയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് മകനെ ഇങ്ങനെയാക്കുന്നതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. ദെൻ പിറ്റേ ദിവസം അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തില്ല. ദെൻ വീണ്ടും ആരുടെ അടുത്തോട്ട് പോയി? തൻ്റെ ബഹൻ്റെ അടുത്തോട്ട് പോയി. ബഹൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ബഹൻ എത്ര രൂപ കൊടുത്തു? 1 രൂപ കൊടുത്തല്ലേ. ആ കയ്യിലുണ്ടായിരുന്ന 1 രൂപ കൊടുത്തു. ദെൻ രാത്രിയായി. ഫാദർ ചോദിച്ചു, ഇന്ന് എന്താണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. ഇന്ന് സമ്പാദിച്ച് എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 1 രൂപ എടുത്ത് കൊടുത്തു. ദെൻ 1 രൂപ കൊണ്ടുപോയി കിണറ്റിലോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ അവൻ വീണ്ടും ഒരു മടിയും കൂടാതെ കിണറ്റിലോട്ട് കൊണ്ടുപോയി വിട്ടു. ദെൻ പിതാവിന് വീണ്ടും മനസ്സിലായി അല്ലേ. അനുഭവസ്ഥനായ പിതാവിന് മനസ്സിലായി ഇത് ബഹൻ്റെ അടുത്ത് കരഞ്ഞിട്ട് കിട്ടിയ പൈസയാണ്. അപ്പം അങ്ങനെ ബഹനോട് പറഞ്ഞു. ബഹന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇനി അത് ആവർത്തിക്കരുതെന്ന് ബഹൻ്റെ അടുത്തും പറഞ്ഞു. ഇനി ആ കുട്ടി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ സ്റ്റുഡൻസ്, all of you take your textbook and take page number 37. Okay students, let's start the topic. Okay, അനുഭവ് പിതാ സബ് കുച്ച് സമജ് ഗയ. അനുഭവസ്ഥനായ പിതാവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. दूसरे दिन उसने अपनी बेटी को बुलाकर लड़के को पैसा देने से मना कर दिया. അടുത്ത ദിവസം മകളെ വിളിച്ചിട്ട് ഫാദർ തൻ്റെ മകന് പൈസ കൊടുക്കുന്നതിൽ നിന്നും വിലക്കി. इसके बाद उसने लड़के को बुलाकर कहा जाकर कुछ कमा लाओ नहीं तो रात को खाना नहीं मिलेगा. അങ്ങനെ മകളോട് പറഞ്ഞതിന് ശേഷം പിതാവ് തൻ്റെ പുത്രനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ജാക്കർ കുച്ച് കമാലാവോ, പോയി എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരൂ. നഹീം തോ രാത് കോ ഖാന നഹീം മിലേങ്ക, ഇല്ലെങ്കിൽ നിനക്ക് രാത്രി ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞു. ലഡ്ക മാം ഓർ ബഹൻ ദോനും കെ പാസ് ഗയ പരന്തു ഉനോനെ ഉസേ കുച്ച് നാദിയ. എന്നാൽ കുട്ടി അമ്മയുടെയും സഹോദരിയുടെ അടുത്തോട്ട് വന്നു. പക്ഷെ അവരൊന്നും കൊടുത്തില്ല അവന്. ലഡ്ക സാരാ ദിൻ ഉദാസ് രഹ. ആ കുട്ടി ആ ദിവസം മുഴുവൻ ദുഃഖിതനായി. ഉദാസ് മീനിങ് സാഡ്. ഓക്കെ, ആ കുട്ടി അന്നത്തെ ദിവസം മുഴുവൻ ദുഃഖിതനായി. മജ്ബൂർ ഹോക്കർ ശ്യാം കെ സമയ വഹുഡ. അങ്ങനെ മജ്ബൂർ മീനിങ് ഹെൽപ്ലെസ് അല്ലേ. ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അമ്മയോ സഹോദരിയോ അവനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനി വേറെ ആരുടെയൊന്നും അവന് പൈസ കിട്ടാനില്ല. അപ്പോൾ ആരും സഹായിക്കാനില്ലാതെ ആ കുട്ടി വൈകുന്നേരം ശ്യാം കെ സമയ വഹുഡ അവൻ അവിടെ നിന്ന് എണീറ്റു. ദെൻ ബാസാർ മെയിൻ ജാക്ക മസ്ബൂരി കോച്ചിനെ ലഗ. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റിലോട്ട് പോയി. എന്തെങ്കിലും കൂലി സമ്പാദിക്കാനായിട്ട് അവൻ മാർക്കറ്റിലോട്ട് പോയി. മസ്ദൂരി മീനിങ് വേജസ്. ഓക്കെ, കൂലി.
അപ്പോൾ ജോലി ചെയ്താലേ കൂലി കിട്ടുള്ളൂ അല്ലേ. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൈസ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവൻ എന്താണ് ജോലി അന്വേഷിച്ചിട്ട് മാർക്കറ്റിലോട്ട് പോയി. വഹാം പർ ഉസേ ഏക സേട്ട് മില, അവിടെ വെച്ചിട്ട് അവൻ ഒരു സേട്ടിനെ കണ്ടു. ഉസ്കെ പാസ് ഏക ബഡാ സാ സന്തൂക്ക് താ, അവൻ്റെ ആ സേട്ടിൻ്റെ കയ്യിൽ ഒരു വലിയൊരു ബോക്സ് ഉണ്ട്, ഒരു വലിയൊരു പെട്ടിയുണ്ട്. സന്തൂക്ക് മീനിങ് ബോക്സ്, ഒരു വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു. സേട്ടിനെ കഹ മേരാ സന്തൂക്ക് ഉടാക്കർ മേരെ ഘർ തക്ക് ചലോ മേം തുമേ 5 രൂപയെ ദൂങ്ക, എൻ്റെ പെട്ടി എടുത്തിട്ട് എൻ്റെ വീട് വരെ അത് എത്തിക്കൂ. മേം തുമേം 5 രൂപയെ ദൂങ്ക, ഞാൻ നിനക്ക് 5 രൂപ തരാമെന്ന് ആ സേട്ട് പറഞ്ഞു. ഓക്കെ. अमीर आदमी के बेटे ने संतूक उड़ाया और उसे सेठ के घर पहुंचाया. അങ്ങനെ അമീർ ആദ്മിയുടെ പുത്രൻ ആ പെട്ടി എടുത്തുകൊണ്ട് സേട്ടിന്റെ വീട്ടിലോട്ട് എത്തി. ഉസ്കാ സാരാ ശരീർ പസീനെ സെ ഭീഗ് ഗയ, അവൻ്റെ ശരീരം മൊത്തം എന്താണ് വിയർപ്പ് കൊണ്ട് നനഞ്ഞു. ഇത്ര ജോലി ചെയ്തവന് പരിചയമൊന്നുമില്ല അല്ലേ. അപ്പോൾ അവൻ്റെ ശരീരം ഇത്രയും വെയിറ്റായ ആ പെട്ടിയാണ് പുറത്തോട്ട് വരുന്നത്, വെച്ച് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അവൻ്റെ ശരീരം മൊത്തം വിയർത്തു. ഓർ പാവ് കാമ്പനെ ലഗ, ആ കാലുകളെല്ലാം നടന്ന് ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി. അങ്ങനെ ജോലി എടുത്ത് അവന് പരിചയമൊന്നുമില്ല. അപ്പം അവൻ്റെ ശരീരം മൊത്തം വിയർക്കാൻ തുടങ്ങി, കാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. രാത് കോ പിതാനെ ബേട്ടെ സെ പൂച്ച ആജ് തുമ്നെ ക്യാ കമായ, രാത്രിയായി തൻ്റെ പിതാവ് മകനോട് ചോദിച്ചു. എന്താ മകനോട് ചോദിച്ചത്? ആജ് തുമ്നെ ക്യാ കമായ, ഇന്ന് നീ എന്താണ് സമ്പാദിച്ചത്? लड़के ने जेब से 5 रुपये निकाल कर पिता के सामने रख दिया. അങ്ങനെ കുട്ടി എന്താ ചെയ്തത്? പോക്കറ്റിൽ നിന്ന് താൻ സമ്പാദിച്ച 5 രൂപ എടുത്തിട്ട് പിതാക്കെ സാമനെ രഖ് ദിയ, പിതാവിന് കൊടുത്തു. പിതാനെ കഹ, പിതാവ് എന്താ പറഞ്ഞത്? ഫാദർ എന്ത് പറഞ്ഞു? ഇനി കുവേമേ ഫേക്കതോ, ഇത് കൊണ്ടുപോയി കിണറ്റിലിടൂ. ലടുക്കേക്ക് ആങ്കോം ആംസോം സെ ഭീക്ക് ഗയി, അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരാൻ തുടങ്ങി. വഹ് ചുപ് ചാപ് പിതാ കെ ആകെ സിർ ചുകാ കർ ഖടാ രഹാ, അവൻ നിശബ്ദനായി. ചുപ് ചുപാപ്പ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ്ലി, അവൻ മിണ്ടാതെ പിതാക്കെ ആകെ തൻ്റെ ഫാദറിൻ്റെ മുൻപിൽ സിർ ചുക്കാക്ക, തല കുമ്പിട്ട് ഇങ്ങനെ അവൻ മിണ്ടാതെ, കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരുന്നുണ്ട്, അവൻ മിണ്ടാതെ അങ്ങനെ അവിടെ നിന്നു. പിതാനെ ഫിർ അപ്പനി ബാത്തേം ദൊഹരായി, ഫാദർ വീണ്ടും താൻ പറഞ്ഞ കാര്യം ആവർത്തിച്ചു. എന്താ പറഞ്ഞേ? ഇൻ രൂപയോം കോക്വേമേം ഫേങ്ക് ലാവ് ആവോ, ഇത് കൊണ്ടുപോയി കിണറ്റിൽ ഇട്ടുവരുമോ എന്ന് പിതാവ് പറഞ്ഞു. ഈസ് ബാർ ലഡ്കേനെ ഹിമ്മത്ത് ജുഡായി ഓർ കഹ, ഈ പ്രാവശ്യം അവൻ എന്താണ്? ഹിമ്മത്ത് മീനിങ് കറേജ്, ഓർ ജുഡായി മീനിങ് ടു കളക്ട്, അതായത് തൻ്റെ ധൈര്യം മുഴുവൻ സംഭരിച്ചുകൊണ്ട് അവൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇൻ രൂപയും കോ കമാനേമേ മീരി ഗർത്തൻ ടൂണ്ട് കൈ, ഈ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഴുത്തൊക്കെ പൊട്ടിയില്ലേ, ഞാൻ എൻ്റെ കഴുത്ത് പൊട്ടിയിട്ട് സമ്പാദിച്ച പൈസയാണിത്. ഓർ ആപ്പ് കത്തേഹേം ഇനിയും കുവേമേം ഫേക്കാവോ, അങ്ങ് പറയുന്നു ഈ പൈസ കൊണ്ടുപോയിട്ട് അത് കിണറ്റിലോട്ടിടാനായിട്ട്. അനുഭവിപ്പിത സബ് കുച്ച് സമജ് ഗയാ കി യേ പൈസ മെഹനത്ത് സെ കമായേ ഹുയേ ഹേ, അനുഭവസ്ഥനായ ആ പിതാവിന് മനസ്സിലായി എന്താണ്? ഇത് അധ്വാനിച്ച് കിട്ടിയ പൈസയാണെന്ന് തൻ്റെ പിതാവിന് മനസ്സിലായി. ദൂസരേ ദിൻ ഉസ്നെ അപ്പന കാരോബാർ അപ്പനെ ബേട്ടേക്കോ സാമ്പത്തിക, അപ്പോൾ പിതാവിന് മനസ്സിലായല്ലേ ഇത് അധ്വാനിച്ച് കിട്ടിയ പൈസയാണ്, അധ്വാനത്തിൻ്റെ മൂല്യം മകൻ മനസ്സിലായപ്പോൾ പിതാവ് അടുത്ത ദിവസം തൻ്റെ പുത്രന് തൻ്റെ ബിസിനസ് മൊത്തം ഏൽപ്പിച്ചു. ഓക്കെ, തൻ്റെ ബിസിനസ് നടക്കാൻ പ്രാപ്തനാണ് മകനെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ പിതാവ് തൻ്റെ ബിസിനസ് മൊത്തം മകനെ ഏൽപ്പിച്ചത് അല്ലേ, വിശ്വസിച്ച് ഏൽപ്പിച്ചു. അവൻ അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. ഓക്കെ സ്റ്റുഡൻസ്, വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? മെഹനത്ത് കി കമായി മൂല്യവാൻ ഹോത്തിഹേ, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ആ പൈസ അത്രയും അമൂല്യമാണ്, അത്രയും പ്രഷ്യസ് ആണ് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഓക്കെ സ്റ്റുഡൻസ്, ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ചെയ്യാനുള്ളത്? നന്നായി പഠിക്കുക അല്ലേ. നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു റിസൾട്ട് ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും. ഓക്കെ, then I think all of you understood this topic. Today's class is over. Thank you. Have a nice day.